ഇന്ത്യയിൽ ഇപ്പോൾ ഒരു വഖഫ് നിയമം വന്നിരിക്കുന്നു. വഖഫുകളെ നിയന്ത്രിക്കുന്നതിനുള്ള പുതിയ ഫെഡറൽ നിയമം ഇന്ത്യയിൽ ഇത്ര കണ്ട് വിവാദമായിട്ടും അതിനെ നിയന്ത്രിക്കുന്ന രീതിയോ നിയമങ്ങളോ ഇന്ത്യക്ക് മാത്രമുള്ളതല്ല. പുതിയ ഇന്ത്യൻ വഖഫ് നിയമത്തിന്റെ കമ്പാരിസൺ കാണിക്കുന്നത് അതിലെ മിക്ക വ്യവസ്ഥകളും സൗദി അറേബ്യ, ഖത്തർ പോലുള്ള പ്രധാന മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുടെ വ്യവസ്ഥകളുമായി ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ്. വഖഫ് ഒരു സ്ഥാപിത ഇസ്ലാമിക ആചാരമാണ്. അവയെ നിയന്ത്രിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ നിരവധി രാജ്യങ്ങളിൽ നിലവിലുണ്ട്. പുതിയ ഇന്ത്യൻ നിയമമായ വഖഫ് ഭേദഗതി നിയമം 2025 വിമർശനങ്ങൾ പരക്കെയുണ്ട്. എന്നാൽ ഈ ഇന്ത്യൻ നിയമത്തിലെ നിരവധി വ്യവസ്ഥകൾ പല മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുടെയും നിയമങ്ങളുമായി പൊരുത്തപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം. നിലവിൽ നിയമത്തിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. മെയ് മാസത്തിൽ കേസിന്റെ അടുത്ത വാദം കേൾക്കുന്നതുവരെ നിയമത്തിലെ ചില വ്യവസ്ഥകൾ നിർത്തിവച്ചിരിക്കുകയുമാണ്. വഖഫ് എന്താണ്? വഖഫുകൾ എന്തിനാണ്? ഇവ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നും ഒന്ന് പരിശോധിക്കാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ വഖഫ് എന്നത് ദൈവത്തിന്റെ പേരിലുള്ള ഇസ്ലാമിലെ ഒരു ധർമ്മദാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത്തരം ദാനങ്ങൾ ശാശ്വതമായി നൽകപ്പെടുന്നവയാണ്. അത്തരം ദാനങ്ങൾ സാധാരണയായി പള്ളി നിർമ്മാണം അല്ലെങ്കിൽ സമൂഹത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം പോലുള്ള പ്രത്യേക ആവശ്യങ്ങൾക്കായി നൽകപ്പെടുന്നു. ആചാരപ്രകാരം പ്രത്യേകം പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ നിയമപ്രകാരം വഖഫുകൾ വിൽക്കാൻ കഴിയില്ല. വഖഫുകൾ എന്തിനാണോ സൃഷ്ടിച്ചിരിക്കുന്നത് ആ പ്രത്യേക ഉദ്ദേശത്തിനല്ലാതെ ഇത് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നൊരു വസ്തുത കൂടിയുണ്ട്. മുസ്ലിം ഭൂരിപക്ഷമോ അല്ലെങ്കിൽ ഗണ്യമായ മുസ്ലിം ജനസംഖ്യയുള്ള മിക്ക രാജ്യങ്ങളിലും വഖഫുകളുടെ സമർപ്പണം, മാനേജ്മെന്റ്, മറ്റ് വശങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്ന നിയമങ്ങളും നിയമപരമായ സ്ഥാപനങ്ങളുമുണ്ട്. ഇന്ത്യയിലെ നിലവിലെ നിയമം 1995 നിയമിച്ചതും 2013 ഭേദഗതി ചെയ്തതുമായ ഒരു മുൻ നിയമത്തെ മാറ്റിസ്ഥാപിച്ചു. 1923 നിർമ്മിച്ച ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ മുൻ നിയമത്തെ മാറ്റിസ്ഥാപിച്ച 1954 നിർമ്മിച്ച മുൻ നിയമത്തെ 1995 നിയമം മാറ്റിസ്ഥാപിച്ചു. ആദ്യത്തെ നിയമവ്യവസ്ഥകൾ 1913 അവതരിപ്പിച്ചത്. ഇനി ഇസ്ലാമിക രാജ്യങ്ങളിൽ വഖഫ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നൊന്ന് പരിശോധിക്കാം. സൗദി അറേബ്യ, ജോർദൻ, ഖത്തർ, തുർക്കി, ഒമാൻ, ഇറാൻ, കുവൈറ്റ്, UAE, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ബഹ്റൈൻ തുടങ്ങിയ നിരവധി ഇസ്ലാമിക രാജ്യങ്ങളിൽ വഖഫ് നിയന്ത്രിക്കുന്നതിന് നിയമങ്ങൾ നിലവിലുണ്ട്. സൗദി അറേബ്യ, ജോർദൻ എന്നീ രാജ്യങ്ങളുടെ കേസുകൾ വളരെ പ്രധാനമാണ്. കാരണം സൗദി അറേബ്യ മക്കയിലെയും മദീനയിലെയും ഏറ്റവും പവിത്രമായ 2 ഇസ്ലാമിക കേന്ദ്രങ്ങളുടെ സംരക്ഷകൻ കൂടിയാണ്. ഇസ്ലാമിന്റെ ജന്മസ്ഥലം കൂടിയാണിത്. മൂന്നാമത്തെ ഏറ്റവും പവിത്രമായ ഇസ്ലാമിക കേന്ദ്രമായ ജെറുസലേമിലെ അൽ അക്സ പള്ളിയുടെ സംരക്ഷകൻ ജോർദാനാണ്. ജോർദാനിലെ രാജകുടുംബം ഇസ്ലാമിന്റെ സ്ഥാപകനായ പ്രവാചകൻ മുഹമ്മദിന്റെ വംശപരമ്പരയുമാണ്. ഇന്ത്യൻ സർക്കാർ പ്രസിദ്ധീകരിച്ച ഒരു ഫാക്ട് ഷീറ്റ് പ്രകാരം ഇന്ത്യയിലെ പുതിയ വഖഫ് നിയമവും സൗദി അറേബ്യയിലെ നിയമവും തമ്മിൽ ഏതാണ്ട് ഒരേപോലെയാണ്. ഇന്ത്യൻ നിയമം പോലെ വഖഫ് മാനേജ്മെന്റിൽ മുസ്ലിങ്ങളല്ലാത്തവരെ ഉൾപ്പെടുത്താൻ സൗദി അറേബ്യ അനുവദിക്കുന്നില്ല എന്നതാണ് ഒരേ ഒരു വ്യത്യാസം. അതിന്റെ കാരണം സൗദി അറേബ്യ ഒരു ഇസ്ലാമിക രാജ്യമാണെന്നും ഇന്ത്യ പോലെയുള്ള ഒരു സെക്യുലർ, അതായത് മതേതര രാജ്യമല്ലെന്നും മനസ്സിലാക്കാം. ഇന്ത്യയിലെ പുതിയ നിയമത്തിന് സമാനമായി വഖഫ് സംബന്ധമായ കാര്യങ്ങളിൽ കോടതികൾക്ക് അധികാര പരിധിയുള്ള ഒരു സംവിധാനമാണ് ജോർദാനിലുള്ളത്. അപ്പോഴും ജോർദാൻ ഒരു ഇസ്ലാമിക രാജ്യമായതിനാൽ വഖഫ് സംബന്ധമായ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന കോടതികൾ പ്രത്യേക മതകോടതികളാണ്, സാധാരണ കോടതികളല്ല. നേരെ മറിച്ച് മുൻ ഇന്ത്യൻ വഖഫ് നിയമപ്രകാരം വഖഫ് കാര്യങ്ങളിൽ കോടതിയുടെ അധികാരം വളരെ പരിമിതമായിരുന്നു. വഖഫ് ട്രൈബ്യൂണലുകളുടെ തീരുമാനങ്ങളെ ഒരു റിവിഷൻ ഹർജിയിലൂടെ മാത്രമേ ചോദ്യം ചെയ്യാൻ കഴിയൂ. ഉയർന്ന കോടതികളിൽ അപ്പീൽ നൽകാൻ കഴിയില്ല. ഒരു അപ്പീലിൽ കേസ് സമഗ്രമായി പുനഃപരിശോധിക്കപ്പെടുന്നു. അതേസമയം റിവിഷൻ ഹർജികൾ നടപടിക്രമപരവും അധികാര പരിധിയിലുള്ളതുമായ വിഷയങ്ങൾ പുനഃപരിശോധിക്കാൻ മാത്രമേ അനുവദിക്കൂ. അതേസമയം റിവിഷൻ ഹർജികൾ നടപടിക്രമപരവും അധികാര പരിധിയിലുള്ളതുമായ വിഷയങ്ങൾ പുനഃപരിശോധിക്കാൻ മാത്രമേ അനുവദിക്കൂ, കേസിന്റെ വസ്തുതകളെയല്ല. വഖഫ് മാനേജ്മെന്റിലെയും മറ്റ് നിരവധി രാജ്യങ്ങളിലെയും മാനേജ്മെന്റിലെ ഒരു പ്രധാന വ്യത്യാസം പുതിയ ഇന്ത്യൻ നിയമത്തിന് കീഴിലുള്ള മാനേജ്മെന്റിൽ മുസ്ലിം അല്ലാത്തവരെ ഉൾപ്പെടുത്തുന്നതാണ്. മുസ്ലിം അല്ലാത്തവർക്ക് വഖഫുകളിൽ ചില റോളുകൾ അനുവദിക്കുന്ന തുർക്കി പോലുള്ള ചില ഇസ്ലാമിക രാജ്യങ്ങൾ ഒഴികെ മിക്ക രാജ്യങ്ങളിലും അത്തരം വ്യവസ്ഥകളില്ല. ഇറാനിലും ഒമാനിലും വഖഫ് കാര്യങ്ങളിൽ ചില തലങ്ങളിൽ മുസ്ലിം അല്ലാത്തവർ പങ്കാളികളാണ്. കുവൈറ്റ്, ഖത്തർ, UAE, ഒമാൻ, സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി, ബംഗ്ലാദേശ്, ബഹ്റൈൻ, ഇറാൻ, മാലിദ്വീപ് എന്നിവിടങ്ങളിലെ വഖഫ് സ്ഥാപനങ്ങളിൽ സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്നവരെയോ പിന്നാക്ക വിഭാഗക്കാരെയോ ആയ മുസ്ലിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനുള്ള വ്യവസ്ഥകളൊന്നുമില്ലെന്ന് ഫാക്ട് ഷീറ്റ് പറയുന്നുണ്ട്. പുതിയ ഇന്ത്യൻ വഖഫ് നിയമം മുസ്ലിങ്ങൾക്കിടയിലെ ഷിയ, സുന്നി, ബോറ, അഖഖാനി, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവയിൽ നിന്നുള്ളവർക്ക് പ്രാതിനിധ്യം അനുവദിക്കുന്നു. ഓരോ രാജ്യത്തെയും സംസ്കാരവും മതപരമായ പശ്ചാത്തലങ്ങളും ഭരണഘടനാ സംവിധാനങ്ങളും അതത് നിയമങ്ങളിൽ പ്രതിഫലിക്കുന്നത് കാണാം. ശരിക്കും എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും വഖഫ് സ്വത്ത് സംരക്ഷണവും മതകാര്യങ്ങളുടെ മാന്യതയും ഉറപ്പാക്കുന്നതിനുള്ള ഉദ്ദേശം എല്ലായിടത്തും ഒരുപോലെയാണ്.